ദുൽഖർ സൽമാൻ. അതെ, ഇന്നും മലയാളവും തമിഴും തെലുങ്കും കടന്ന് ഇന്ത്യൻ സിനിമ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു DQ, ആരാധകരുടെ സ്വന്തം കുഞ്ഞിക്ക. Ladies and gentlemen, introducing Dulquer Salmaan. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെതായ ചെറിയൊരു ഐഡന്റിറ്റി ദുൽഖർ സിനിമയിലേക്ക് വരുന്നതെന്ന് ഞാൻ ആദ്യം നമുക്കടുത്ത് ചോദിച്ചു, നമുക്കവൻ അവനങ്ങനെ അഭിനയിക്കുകയൊക്കെ ചെയ്യുമോ? നമുക്ക് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ അവൻ്റെ കുറേ ആളുകളൊക്കെ കൂടെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അവൻ അതിനകത്ത് മെയിൻ റോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. ആൾക്കൂട്ടത്തിനിടെ ഞാനുണ്ടാവും. ഉള്ള പറയല്ലേ, നീ പുലിയാണ്. മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാറിന്റെ മകൻ. ആദ്യ ചിത്രം എത്ര കോടികൾ മുടക്കി നിർമ്മിക്കാൻ നിർമ്മാതാക്കളുടെ നിര. മമ്മൂട്ടിയുടെ മകന്റെ അരങ്ങേറ്റ ചിത്രം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ആഘോഷമാക്കി പുറത്തിറക്കാമായിരുന്നു. പക്ഷേ ദുൽഖർ സൽമാൻ എന്ന പുതുമുഖ നായകൻ തെരഞ്ഞെടുത്തത് അച്ഛന്റെ മേൽവിലാസമോ ആ തണലോ അല്ല. മോളിവുഡിന്റെ താരസാമ്രാജ്യം അടക്കിവാണ അച്ഛന്റെ വാക്കുകൊണ്ടുപോലുമുള്ള പരസ്യ പിന്തുണ ആ ചെറുപ്പക്കാരനില്ലായിരുന്നു. അഭിമുഖത്തിനായി കാത്തുനിന്ന മാധ്യമങ്ങളുടെ മുന്നിൽ പോലും വരാതെ ഒരുപറ്റ യുവാക്കൾക്കൊപ്പം താമസിച്ച് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കിയ സെക്കൻഡ് ഷോ അങ്ങനെ താരപുത്രന്റെ ആദ്യ ചിത്രമായി. തന്റെ വഴി താൻ തന്നെ തെളിക്കണമെന്നുള്ള ആ ദൃഢനിശ്ചയം ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മൂല്യമുള്ള യുവതാരമാക്കി ദുൽഖറിനെ മാറ്റി. ബാരിജോൺ ആക്ടിംഗ് സ്റ്റുഡിയോയിൽ 3 മാസത്തെ അഭിനയ കോഴ്സിന് ശേഷമുള്ള അരങ്ങേറ്റം മികച്ച നവാഗത നടനുള്ള ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കിയാണ് തന്നിലെ പ്രതിഭയുടെ വരവ് ദുൽഖർ അറിയിച്ചത്. സെക്കൻഡ് ഷോയിലെ ഹരിലാൽ എന്ന തരികിട ഗുണ്ടാ കഥാപാത്രം പുതുമുഖ നായകന്റെ വലിയ അങ്കലാപ്പുകളില്ലാതെ ദുൽഖർ മികവുറ്റതാക്കി. ഉസ്താദ് ഹോട്ടൽ എന്ന അൻവർ റഷീദ് ചിത്രത്തിലൂടെയാണ് ദുൽഖർ എന്ന നടനെയും താരത്തെയും പ്രേക്ഷകർ കൂടുതൽ അടുത്തറിഞ്ഞത്. അനശ്വര നടൻ തിലകനൊപ്പമുള്ള ദുൽഖറിന്റെ സ്ക്രീൻ സ്പേസ് കരിയറിലെ വലിയ ബ്രേക്കിന് തുടക്കമിട്ടു. ഫൈസയെയും അവന്റെ ഉപ്പാപ്പ കരീമിനെയും ഹൃദയബന്ധം കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ ഉപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നത് നല്ലത്. കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക. ദുൽഖർ സൽമാൻ തന്റെ സിനിമാ കരിയർ ആരംഭിച്ചിട്ട് 10 വർഷങ്ങൾ പിന്നിടുകയാണ്. പാൻ ഇന്ത്യൻ താരം എന്ന വിശേഷണം ഒട്ടും അതിഭാവനയല്ലെന്ന് ഈ കാലയളവിനുള്ളിൽ ഈ നടൻ തെളിയിച്ചു. ഇന്ന് കേരളത്തിൽ നിന്നുള്ള താരങ്ങളിൽ ദുൽഖറിനോളം പാൻ ഇന്ത്യൻ പെരുമ ലഭിച്ച മറ്റൊരു യുവ നടനിൽ നിന്ന് ഉറപ്പിച്ചു പറയാം. ഒന്നോർക്കണം, ദുൽഖർ ഒറ്റയ്ക്ക് കീഴടക്കിയ ഉയരങ്ങളാണിത്. താരപുത്രന്റെ വിലാസം സ്വന്തമെങ്കിലും ആദ്യ ചിത്രം മുതൽ ആ ഫിലിമോഗ്രഫി പറയുന്ന ചിലതുണ്ട്. ആരുടെ തണലിലും വാണതല്ലാത്തൊരു വഴി കാണാം ആ കരിയർ ഉടനീളം. നിങ്ങൾക്കിനിയും 2 പെമ്മക്കളാണ്. അവരുടെ ഭാവിയെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. രൂപേഷ് പീതാംബരന്റെ തീവ്രം, മാർട്ടിൻ പ്രക്കാട്ടിന്റെ ABCD, പിന്നെ നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ചാർലി. അങ്ങനെ ദുൽഖറിനെ പ്രേക്ഷകരിലേക്ക് കൂടുതൽ അടുപ്പിച്ച കഥയും കഥാപാത്രങ്ങളുമുണ്ടായി. കഥകളിലെ വൈവിധ്യവും പ്രകടനത്തിലെ ചടുലതയും തിയേറ്ററുകളിലേക്ക് ആളെ കൂട്ടി. ഒരു ബോക്സ് ഓഫീസ് താരമെന്ന നിലയിൽ ദുൽഖറിന്റെ ആദ്യപടി വളർച്ചയും ഈ ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തി. ചെറുപ്പ